ഹലോ എവരിവൺ, ജനറൽ സയൻസ് വീഡിയോ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കെമിസ്ട്രിയുടെ 6ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പീരിയോഡിക് ടേബിളിൻ്റെ ഗ്രൂപ്പ് 18 എലമെൻറ്റ്സ് ആണ്. 18ാമത്തെ ഗ്രൂപ്പ് എലമെൻറ്റ്സിനെ പറ്റിയാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇതുവരെയുള്ള ക്ലാസ്സുകൾ 5 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ 5 ക്ലാസ്സുകളും കാണാൻ ബാക്കിയുള്ളവർ 5 ക്ലാസ്സുകൾ കണ്ടിട്ട് തന്നെ 6ാമത്തെ ക്ലാസ്സിലേക്ക് വരാൻ ശ്രമിക്കുക. അപ്പോൾ കാരണം അത് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും ഈ ഗ്രൂപ്പ് 18 എലമെൻറ്റ്സ് പഠിക്കുമ്പോഴും നമുക്ക് വരുന്നത്. അപ്പോൾ മാക്സിമം ആളുകൾ ഈ 5ാമത്തെ ക്ലാസ് വരെയുള്ള കണ്ടിട്ട് 6ാമത്തെ ക്ലാസ്സിലേക്ക് വരിക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന ടോപ്പിക് ഏതാണെന്ന് ഞാൻ പറഞ്ഞു. ഗ്രൂപ്പ് 18 എലമെൻറ്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ലാസ്റ്റ് ക്ലാസ് വരെ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് പറയുകയാണ്. 18 ഗ്രൂപ്പുകളാണ് പീരിയോഡിക് ടേബിളിലുള്ളതെന്ന് പറഞ്ഞു. ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം ചേർത്ത് വിളിക്കുന്ന പേര് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞു. അതുപോലെ ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിനെ ഒരുമിച്ച് വിളിക്കുന്ന പേര് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞു. ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ്സിനെ ചേർത്ത് വിളിക്കുന്ന പേര് ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞു. ഇനി ലാസ്റ്റ് സെക്കൻഡ് 2 റോ ഓഫ് എലമെന്റ്സ് വെച്ചിട്ടുണ്ട്. അതിനെ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നു. ആദ്യത്തെ റോ ലാന്തനൈറ്റ്സും സെക്കൻഡ് റോ ആക്ടിനൈറ്റ്സും. ഇത് നമ്മൾ ഇത്രയും പറഞ്ഞു വെച്ച ഒരു ഔട്ടർ സ്ട്രക്ചർ ആണ്. ആ ഒരു പീരിയോഡിക് ടേബിളിന്റെ പിക്ചർ വെച്ചിട്ട് തന്നെ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, ഇനിയുള്ള സെഷൻസിൽ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ആദ്യം പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഓരോ ഗ്രൂപ്പുകൾ, ഈ 18 ഗ്രൂപ്പുകളിൽ ഓരോ ഗ്രൂപ്പുകളും എടുത്ത് ആ ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്, അതിന്റെ പ്രത്യേകത എന്താണ്, അതിനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് എന്ന രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ അതുകൊണ്ട് തന്നെ 18ാമത്തെ ഗ്രൂപ്പിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1ാമത്തെ ഗ്രൂപ്പിൽ നിന്നല്ല, പകരം 18ാമത്തെ ഗ്രൂപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അടുത്ത സെഷനിൽ 17ാമത്തെ ഗ്രൂപ്പ് വരും. 16 പഠിക്കും, 15, 14, 13, അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, അതിനുശേഷം ഡി ബ്ലോക്ക് എലമെന്റ്സ് എല്ലാം കൂടെ ചേർത്ത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ പഠിക്കും. ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ ഗ്രൂപ്പ് 18 പഠിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഇമ്പോർട്ടൻസ് തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഗ്രൂപ്പ് 18. ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണുന്നതും ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് 18 ആയതുകൊണ്ടാണ് നമ്മൾ 18ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളൊരു പേനയും പേപ്പറും എടുത്ത് നോട്ട്സ് ഉണ്ടാക്കി തന്നെ ക്ലാസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ 18ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ്, അതായത് പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും റൈറ്റ് മോസ്റ്റ് സൈഡിൽ കാണുന്ന ഗ്രൂപ്പാണ് ഗ്രൂപ്പ് 18. അപ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അതിന്റെ ഏറ്റവും 18ാമത് ഇങ്ങേ അറ്റത്ത് റൈറ്റ് മോസ്റ്റ് സൈഡിൽ കാണുന്ന ഗ്രൂപ്പാണ് ഗ്രൂപ്പ് 18 എലമെന്റ്സ്. ഈ ഗ്രൂപ്പ് എലമെന്റ്സിനെ അറിയപ്പെടുന്ന പേരുകളാണ്. മറ്റ് പേരുകളൊന്ന് ശ്രദ്ധിച്ചേ. നോബിൾ ഗ്യാസസ് എന്നറിയപ്പെടുന്നത് ഗ്രൂപ്പ് 18നെയാണ്. അതുപോലെ റെയർ ഗ്യാസസ് എന്നറിയപ്പെടുന്നതും ഗ്രൂപ്പ് 18നെയാണ്. അതുപോലെ ഇനേർട്ട് ഗ്യാസ് എന്നറിയപ്പെടുന്നതും ഈ ഗ്രൂപ്പ് 18നെ തന്നെയാണ്. ഈ ഗ്രൂപ്പ് എലമെന്റ്സിനെ തന്നെയാണ് ഗ്രൂപ്പ് 0 എലമെന്റ്സ് എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും പേരുകൾ ഓർക്കണം. 18ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ മറ്റു പേരുകളാണ് നോബിൾ ഗ്യാസസ്, അല്ലെങ്കിൽ റെയർ ഗ്യാസസ്, അതുമല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ്, അതുമല്ലെങ്കിൽ ഗ്രൂപ്പ് 0. ഇത്രയും പേരുകളാണ് 18ാമത്തെ ഗ്രൂപ്പിലുള്ള ഈ എലമെന്റ്സിന്റെ മറ്റു പേരുകൾ. അപ്പോൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇത്രയും പേരുകൾ അപ്പം നിർബന്ധമായിട്ടും ക്ലിയർ ആയിട്ടും അറിഞ്ഞിരിക്കണം. നോബിൾ ഗ്യാസ് എന്ന്, അല്ലെങ്കിൽ റെയർ ഗ്യാസ് എന്ന്, അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എന്ന്, അല്ലെങ്കിൽ ഗ്രൂപ്പ് 0 എന്നൊക്കെ അറിയപ്പെടുന്നു. മലയാളത്തിൽ നമ്മൾ ഇതിനെ അലസവാതകങ്ങൾ എന്ന് പറയും. ഗ്രൂപ്പ് 18നെ അലസവാതകങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ടേംസ് നിങ്ങൾ ഓർത്തു. അപ്പം 18ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ പേരുകളാണ് പറഞ്ഞത്. ഇനി ഈ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഗ്രൂപ്പ് എലമെന്റ്സിന് എന്തൊക്കെ പ്രത്യേകതയുണ്ട്? ഒന്നാമത്തെ പ്രത്യേകതയാണ് ഈ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ വാലൻസി 0 ആണ്. അപ്പോൾ എത്രയാണ് ഗ്രൂപ്പ് 18 എലമെന്റ്സിന്റെ വാലൻസി എത്രയാണെന്ന് ചോദിച്ചാൽ 0. വാലൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലമെന്റിന്റെ ലാസ്റ്റ് ഷെല്ലിൽ, അവസാനത്തെ ഷെല്ലിൽ കാണുന്ന ഇലക്ട്രോൺസ്, അതായത് അവസാനത്തെ ഷെല്ല് ഫില്ലാവാൻ വേണ്ട ഇലക്ട്രോണുകളുടെ എണ്ണം, അല്ലെങ്കിൽ അവസാനത്തെ ഷെല്ലിൽ നിന്ന് റിമൂവ് ചെയ്ത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ട ഇലക്ട്രോൺസിന്റെ എണ്ണം. അപ്പം ഈ 18ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് റൈറ്റ് മോസ്റ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് അവസാനത്തെ ഷെല്ലില് ലാസ്റ്റ് ഇലക്ട്രോൺ വരെ ഫിൽഡ് ആയിട്ടാണ് ഈ ഗ്രൂപ്പ് ഇരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിന്റെ വാലൻസി എന്ന് പറയുന്നത് 0 ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയും ഈ വാലൻസി 0 ആയതുകൊണ്ട് തന്നെ, അതായത് അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം 0 ആയതുകൊണ്ട് തന്നെ ദേ ആർ ലീസ്റ്റ് റിയാക്റ്റീവ്. ഈ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ പ്രത്യേകതയാണ് ദേ ആർ ലീസ്റ്റ് റിയാക്റ്റീവ്. റിയാക്ടിവിറ്റി വളരെ കുറവാണ്. അതിന്റെ കാരണം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു, കാരണം വാലൻസി 0 ആണ്. അതുകൊണ്ടാണ് റിയാക്ടിവിറ്റി വളരെ കുറവായിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ദേ ആർ മോണോ അറ്റോമിക്. അപ്പൊ മോണോ അറ്റോമിക് മോളിക്യൂൾസിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ
നമ്മളിത് ലാസ്റ്റ് ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ പഠിക്കുമ്പോൾ, കെമിസ്ട്രിയുടെ ഇൻട്രൊഡക്ഷൻ പഠിക്കുമ്പോൾ മോളിക്യൂൾസിന്റെ ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ മോണോ അറ്റോമിക്, ഡൈ അറ്റോമിക്, ട്രൈ അറ്റോമിക് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോണോ അറ്റോമിക് മോളിക്യൂൾസിന്റെ എക്സാമ്പിൾ ആണ് ഗ്രൂപ്പ് 18. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. they are least reactive and they are monoatomic. Monoatomic എന്ന് വെച്ചാൽ ഒരു ആറ്റം ഒറ്റയ്ക്ക് ഒരു മോളിക്യൂൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. സോ they are known as monoatomic. അപ്പം മോണോഅറ്റോമിക്കിന് എക്സാമ്പിൾ ചോദിച്ചാൽ ഈ കാണുന്ന എലമെന്റ്സ് ഒക്കെ വരും. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റാഡോൺ. ഇത്രയും എലമെന്റ്സ് ആണ് മോണോ അറ്റോമിക്കിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പ്രത്യേകത, അപ്പൊ രണ്ട് പ്രത്യേകത പറഞ്ഞു. വാലൻസി 0 ആണ്. രണ്ടാമത്തെ പ്രത്യേകത they are least reactive and monoatomic. ഇനി മൂന്നാമത്തത് നോബിൾ ഗ്യാസുകൾ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിക്കാം. ഹു ഡിസ്കവേർഡ് നോബിൾ ഗ്യാസസ്? അപ്പൊ നോബിൾ ഗ്യാസ് കണ്ടുപിടിച്ച ആളുടെ പേരാണ് വില്യം റാംസേ. ആ പേര് ഓർത്തോളുക, വില്യം റാംസേ. അപ്പൊ ഈ 3 പോയിന്റുകൾ മാത്രമാണ് 18ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിനെ പറ്റി കോമൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം 18ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിനെ പറ്റി ഒന്നുകൂടെ പറയാണ്. their valence is 0, അതായത് ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ്, ഇനി വേണ്ട ഇലക്ട്രോൺസിന്റെ എണ്ണം 0 ആണ്. അതുപോലെ they are least reactive, അതുപോലെ they are discovered by വില്യം റാംസേ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഗ്രൂപ്പ് 18 എലമെന്റ്സ് പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി ഈ ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞിരിക്കുന്ന എലമെന്റ്സ്, നമ്മൾ കേട്ടിട്ടുള്ള എലമെന്റ്സ് ആണ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റാഡോൺ. ഇതിന്റെ താഴെ ഒരു എലമെന്റ് കൂടെ ഉണ്ട്, ഒഗാനസൺ. അവസാനമായിട്ട് കണ്ടുപിടിച്ച എലമെന്റുകളുടെ കൂട്ടത്തിലുള്ളതാണ്. 118ാമത്തെ എലമെന്റ് ആയ ഒഗാനസനും ഈ 18ാമത്തെ ഗ്രൂപ്പിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ലാസ്റ്റ് എലമെന്റ് ആയ ഒഗാനസനും കൂടി ഉൾപ്പെടുന്നതാണ് ഗ്രൂപ്പ് 18 എലമെന്റ്സ്. അപ്പോൾ പേരുകൾ കൃത്യമായിട്ട് ഓർത്തോളുക. ആ പേരുകൾ ഓർഡറിൽ തന്നെ പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കും. അതുകൊണ്ട് ആ പേരുകൾ ഓർഡറിൽ പഠിക്കാൻ ശ്രമിക്കുക. ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ ആൻഡ് റാഡോൺ. ലാസ്റ്റ് എലമെന്റ് ഒഗാനസൺ. റാഡോൺ കഴിഞ്ഞ് ഒഗാനസൺ കൂടി 118ാമത്തെ എലമെന്റ്. ഓക്കെ, അപ്പൊ എലമെന്റ്സിന്റെ പേര് പഠിച്ചു എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഓരോ എലമെന്റ്സും അതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് 18ാമത്തെ ഗ്രൂപ്പിലെ തന്നെ ഹീലിയം എന്ന് പറയുന്ന എലമെന്റിന്റെ പ്രത്യേകതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹീലിയത്തിന് എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്? ഫസ്റ്റ് എലമെന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു എലമെന്റ് ആണ് ഹീലിയം. ഹീലിയത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഹീലിയം കണ്ടുപിടിച്ചതായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇനേർട്ട് ഗ്യാസുകൾ കണ്ടുപിടിച്ചത് ആരാണെന്നാ പറഞ്ഞേ? വില്യം റാംസേ എന്ന് പറഞ്ഞു. വില്യം റാംസേ. അപ്പൊ ഇനേർട്ട് ഗ്യാസുകൾ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എലമെന്റ്സ് ആണ്, നിയോണ്, ആർഗൺ, ക്രിപ്റ്റൺ, ഇതൊക്കെ കണ്ടുപിടിച്ചതാണ് വില്യം റാംസേ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. പക്ഷേ ഹീലിയം മാത്രം കണ്ടുപിടിച്ചത് നോർമാൻ ലോക്കിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അപ്പൊ അതൊന്ന് പ്രത്യേകമായിട്ട് ഓർത്തോളുക. നമ്മൾ ചിലപ്പം ഇനേർട്ട് ഗ്യാസുകൾ കണ്ടുപിടിച്ചത് വില്യം റാംസേ എന്ന് പേര് പഠിക്കുമ്പോൾ ഹീലിയം കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ വില്യം റാംസേ എന്ന് പേര് പറയാം. പക്ഷേ ഹീലിയം കണ്ടുപിടിച്ചത് ആരാണ്? നോർമാൻ ലോക്കിയർ ആണ് ഹീലിയം കണ്ടുപിടിച്ചത്. ഇനി എന്താണ് ഹീലിയത്തിന്റെ പ്രത്യേകത? ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു എലമെന്റ് ആണ് ഹീലിയം. എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകതയാണ് അതിന്റെ പേര്, നെയിം. ഹീലിയം ഇസ് ദ എലമെന്റ് നെയിംഡ് ആഫ്റ്റർ സൺ. സൂര്യന്റെ പേരിൽ നിന്ന് നെയിം ചെയ്തിരിക്കുന്ന എലമെന്റ് ആണ് ഹീലിയം. ഹീലിയോസ് എന്ന വാക്കിന്റെ അർത്ഥം സൺ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, വിച്ച് ഇസ് ദ എലമെന്റ് നെയിംഡ് ആഫ്റ്റർ സൺ? ഏതാണ്? ഹീലിയമാണ് സണ്ണിന്റെ പേരിൽ നിന്ന് നെയിം ചെയ്തിരിക്കുന്ന എലമെന്റ്. അപ്പൊ കണ്ടുപിടിച്ച ആളെ പറ്റി പറഞ്ഞു, അതിന്റെ പേരിന്റെ പ്രത്യേകത പറഞ്ഞു. അടുത്ത പോയിന്റ് ആണ്, ഇറ്റ് ഇസ് ദ സ്മോളസ്റ്റ് എലമെന്റ് ബേസ്ഡ് ഓൺ അറ്റോമിക് റേഡിയസ്. ഏറ്റവും അറ്റോമിക് റേഡിയസ് കുറഞ്ഞ, അല്ലെങ്കിൽ അറ്റോമിക് സൈസ് ഏറ്റവും കുറഞ്ഞ എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ പലരും ഹൈഡ്രജൻ എന്ന് ഉത്തരം എഴുതാൻ ചാൻസ് ഉണ്ട്. കാരണം ആദ്യത്തെ എലമെന്റ് ഹൈഡ്രജൻ ആണല്ലോ. പക്ഷേ ശ്രദ്ധിക്കുക, ഏറ്റവും ചെറിയ എലമെന്റ് എന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ അല്ല, പകരം ഹീലിയമാണ്. സ്മോളസ്റ്റ് എലമെന്റ് ബേസ്ഡ് ഓൺ അറ്റോമിക് റേഡിയസ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഹീലിയമാണ്, ഹൈഡ്രജൻ അല്ല. ഹൈഡ്രജനെ പറ്റി ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, വിച്ച് ഇസ് ദ ലൈറ്റസ്റ്റ് എലമെന്റ്? ലൈറ്റ്, ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള എലമെന്റ് ഏതാണ്? അല്ലെങ്കിൽ വിച്ച് ഇസ് ദ സിംപ്ലസ്റ്റ് എലമെന്റ്? ലൈറ്റസ്റ്റ് എന്നോ സിംപ്ലസ്റ്റ് എന്നോ ചോദിച്ചാൽ ഉത്തരം ഹൈഡ്രജൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേസമയം സ്മോളസ്റ്റ് എലമെന്റ് ബേസ്ഡ് ഓൺ അറ്റോമിക് റേഡിയസ് ചോദിച്ചാൽ ഹീലിയമാണ് ശരി ഉത്തരം. ഇത് തെറ്റിപ്പോകരുത്, തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ കൂടെ ഒരു 4 പോയിന്റ്സ് ഞാൻ പറയുന്നു, നോട്ട് ചെയ്തോളുക. ആദ്യം ഹൈഡ്രജന്റെ പ്രത്യേകത പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇവിടെ പറഞ്ഞു ലൈറ്റസ്റ്റ് അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ആറ്റം ആണ് ഹൈഡ്രജൻ. ലൈറ്റസ്റ്റ് അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഹൈഡ്രജൻ. ഹീലിയത്തിന്റെ പ്രത്യേകത പറഞ്ഞു. എന്താണ്? സ്മോളസ്റ്റ് ആറ്റം. അപ്പോൾ ഈ 2 എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി പറയാൻ പോകുന്ന ഹൈഡ്രജനും ഹീലിയവും കഴിഞ്ഞാൽ 3ാമത്തെ എലമെന്റ് ആണ് ലിഥിയം, 4ാമത്തെ എലമെന്റ് ആണ് ബെറീലിയം. ഈ 2 എലമെന്റ്സും
മെറ്റലുകളാണ്. ഈ രണ്ട് എലമെന്റ്സും മെറ്റലുകളാണ്. അപ്പോൾ ഏറ്റവും ചെറിയ മെറ്റൽ ആറ്റം ഏതാണെന്ന് ചോദിക്കാം. ഇവിടെ സാധാരണ ഏറ്റവും ചെറിയ ആറ്റം എന്നല്ലേ, സ്മോളസ്റ്റ് എലമെന്റ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് ആറ്റം എന്നല്ലേ ചോദിച്ചത്. ഏറ്റവും ചെറിയ ആറ്റം ചോദിച്ചാൽ ഹീലിയം നിങ്ങൾ ഉത്തരം പറയും. പക്ഷേ ഏറ്റവും ചെറിയ മെറ്റൽ ആറ്റം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ബെറീലിയം ആണ്. സ്മോളസ്റ്റ് മെറ്റൽ ആറ്റം, മെറ്റൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏറ്റവും ചെറിയ മെറ്റൽ ആറ്റം ബേസ്ഡ് ഓൺ അറ്റോമിക് റേഡിയസ്. അറ്റോമിക് റേഡിയസ് നോക്കുമ്പോൾ ഏറ്റവും ചെറിയ മെറ്റൽ ആറ്റം ബെറീലിയവും, ഏറ്റവും സിംപ്ലസ്റ്റ് ഓർ ലൈറ്റസ്റ്റ് മെറ്റൽ ആറ്റം, ലൈറ്റസ്റ്റ് അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് മെറ്റൽ ആറ്റം എന്ന് ചോദിച്ചാൽ ഉത്തരം ലിഥിയവുമാണ്. അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ ഓർത്തു വെക്കുക. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറീലിയം 4 എലമെന്റ്സ് ആണ് 4 ക്വസ്റ്റ്യന്റെ ഉത്തരം. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഒന്നുകൂടെ പറയുന്നു, ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു. ഒന്ന്, ഹൈഡ്രജൻ ഈസ് ദ സിംപ്ലസ്റ്റ് ഓർ ലൈറ്റസ്റ്റ് ആറ്റം അല്ലെങ്കിൽ എലമെന്റ്. 2, ഹീലിയം ഈസ് ദ സ്മോളസ്റ്റ് ആറ്റം, ചെറുത് അറ്റോമിക് റേഡിയസ് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുത്, അതാണ് ഹീലിയം. 3ാമത്തെ ലിഥിയം ഉത്തരം വരുന്നത് ലൈറ്റസ്റ്റ് ഓർ സിംപ്ലസ്റ്റ് മെറ്റൽ ആറ്റം, മെറ്റൽ എന്ന് വരികയാണെങ്കിൽ ലിഥിയം വരും. അതിനുശേഷം ബെറീലിയം ഉത്തരം വരുന്നത് സ്മോളസ്റ്റ് മെറ്റൽ ആറ്റം, ഏറ്റവും ചെറിയ മെറ്റൽ ആറ്റമാണ് ബെറീലിയം ബേസ്ഡ് ഓൺ അറ്റോമിക് റേഡിയസ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചു. ഇനി അടുത്തത് ഹീലിയത്തിന്റെ പ്രത്യേകതയിലേക്ക് തന്നെ വരാം. അടുത്ത പ്രത്യേകതയാണ് ഹീലിയം ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഇനേർട്ട് ഗ്യാസ് ഇൻ ദ യൂണിവേഴ്സ്. ഇനേർട്ട് ഗ്യാസ് എന്ന് ശ്രദ്ധിക്കണം. യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതലുള്ള ഇനേർട്ട് ഗ്യാസ് ഏതാണ്? അതും ഹീലിയമാണ്. യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതലുള്ള ഇനേർട്ട് ഗ്യാസ് ഹീലിയമാണ്. അതേസമയം മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ ദ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഗ്യാസ് ഇൻ ദ യൂണിവേഴ്സ്, മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ യൂണിവേഴ്സ് ചോദിച്ചാൽ ഉത്തരം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതലുള്ള എലമെന്റ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഗ്യാസ് എന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. അതേസമയം ഇനേർട്ട് ഗ്യാസ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഹീലിയമാണ്. ഇനേർട്ട് ഗ്യാസ് യൂണിവേഴ്സിൽ, പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് എന്നാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള എലമെന്റ് എന്ന് ചോദിച്ചാൽ ഹൈഡ്രജനും, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാൽ ഹീലിയവുമാണ്. അപ്പൊ ആ ഒരു പോയിന്റും കൂടി കൃത്യമായിട്ട് സംശയമില്ലാത്ത രീതിയിൽ നോട്ട് ചെയ്ത് വെച്ചോളുക. ഇനി എവിടേക്കാണ് ഈ ഇനേർട്ട് ഗ്യാസുകളുടെ ഉപയോഗം അല്ലെങ്കിൽ ഹീലിയത്തിന്റെ ഉപയോഗം? ഒന്നാമത്തെ ഉപയോഗമാണ് വെതർ ബലൂൺസ്. ഇങ്ങനെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വെതർ ബലൂൺസിൽ കാലാവസ്ഥ പ്രവചിക്കാൻ വേണ്ടി അയക്കുന്ന വെതർ ബലൂൺസിൽ യൂസ് ചെയ്യുന്ന ഇനേർട്ട് ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഹീലിയം. വെതർ ബലൂൺസിൽ യൂസ് ചെയ്യുന്നു. ഒന്നാമത്തെ ഉപയോഗം വെതർ ബലൂൺസിൽ യൂസ് ചെയ്യുന്നു. രണ്ടാമത്തെ ഉപയോഗം എയർക്രാഫ്റ്റ് ടയേഴ്സിൽ യൂസ് ചെയ്യുന്നു. എയർക്രാഫ്റ്റ് ടയറുകളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇനേർട്ട് ഗ്യാസ് എന്ന് ചോദിക്കണം. എയർക്രാഫ്റ്റ് ടയറുകളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇനേർട്ട് ഗ്യാസ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഹീലിയമാണ്. അതേസമയം എയർക്രാഫ്റ്റ് ടയർസിൽ ഫില്ല് ചെയ്യുന്ന മറ്റൊരു ഗ്യാസ് ഉണ്ട്, അത് നൈട്രജൻ ആണെന്നും കൂടി ഇതിന്റെ കൂടെ ഓർത്തുകൊള്ളുക. എയർക്രാഫ്റ്റ് ടയർസിൽ കോമൺ ആയിട്ട് ഫില്ല് ചെയ്യുന്ന ഗ്യാസ് നൈട്രജൻ ആണ്. എയർക്രാഫ്റ്റ് ടയർസിൽ ഫില്ല് ചെയ്യുന്ന ഇനേർട്ട് ഗ്യാസ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഹീലിയം എന്ന് പറയണം. അപ്പോൾ ഒന്നാമത്തെ ഉപയോഗം വെതർ ബലൂൺസിൽ യൂസ് ചെയ്യുന്നു. രണ്ടാമത്തെ ഉപയോഗം എയർക്രാഫ്റ്റ് ടയേഴ്സിൽ യൂസ് ചെയ്യുന്നു. മൂന്നാമത്തെ ഉപയോഗം ഓക്സിജൻ സിലിണ്ടേഴ്സിൽ ഓക്സിജന്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഇനേർട്ട് ഗ്യാസ് ആണ് ഹീലിയം. ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഹീലിയം കൂടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജൻ സിലിണ്ടേഴ്സിൽ ഓക്സിജന്റെ കൂടെ ഹീലിയം കൂടി മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഓക്സിജൻ സിലിണ്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന ഇനേർട്ട് ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഹീലിയം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹീലിയം എന്ന് പറയുന്ന എലമെന്റ് തന്നെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു. ഹീലിയം കണ്ടുപിടിച്ചത് നോർമൻ ലോക്കിയർ. അതിന്റെ പേരിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ എലമെന്റ് നെയ്മഡ് ആഫ്റ്റർ സൺ. ഹീലിയോസ് മീൻസ് സൺ. മൂന്നാമത്തെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് എലമെന്റ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് ആറ്റം ബേസ്ഡ് ഓൺ അറ്റോമിക് റേഡിയസ്. ഇതാണ് ഹീലിയത്തിന്റെ പ്രത്യേകത. നാലാമത്തെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഇനേർട്ട് ഗ്യാസ് ഇൻ ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതലുള്ള ഇനേർട്ട് ഗ്യാസ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഹീലിയമാണ്. അതേസമയം മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ ദ യൂണിവേഴ്സ് എന്നാണെങ്കിൽ ഉത്തരം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. ഇനിയും ഇതിന്റെ 3 ഉപയോഗങ്ങളും കൂടി നമ്മൾ പറഞ്ഞു. ഹീലിയത്തിന്റെ വെതർ ബലൂൺസിൽ യൂസ് ചെയ്യുന്നു, എയർക്രാഫ്റ്റ് ടയറിൽ യൂസ് ചെയ്യുന്നു, ഓക്സിജൻ സിലിണ്ടേഴ്സിലും യൂസ് ചെയ്യുന്നു. ഇതാണ് ഹീലിയത്തിന്റെ 3 ഉപയോഗങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇത്രയും ക്ലിയർ ആയിട്ട് നോട്ട് അനുസരിച്ച് മാറ്റി വെച്ചിട്ട് തന്നെ നമുക്ക് അടുത്ത എലമെന്റിലേക്ക് പോകാം. അടുത്ത എലമെന്റ് നിയോൺ. നെക്സ്റ്റ് എലമെന്റ് ആണ് നിയോൺ എന്ന് പറയുന്ന എലമെന്റ്.
രണ്ടാമത്തെ എലമെന്റ്. എന്താണ് നിയോണിന്റെ പ്രത്യേകത? നിയോണിനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കുന്നില്ല. നിയോണിന്റെ മേജർ ആയിട്ടുള്ള 2 പോയിന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ പ്രത്യേകത നിയോൺ വേപ്പർ ലാമ്പിന്റെ കളർ. എന്താണ് നിയോൺ വേപ്പർ ലാമ്പിന്റെ കളർ? എന്താണ് നിയോൺ വേപ്പർ ലാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഓരോ വേപ്പർ ലാമ്പുകളിൽ അല്ലെങ്കിൽ ബൾബിനുള്ളിൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന വേപ്പറുകൾ, ഇപ്പം നിയോൺ വേണമെങ്കിൽ ഫില്ല് ചെയ്യാം, ഹൈഡ്രജൻ വേണമെങ്കിൽ ഫില്ല് ചെയ്യാം, സോഡിയം വേപ്പർ ഫില്ല് ചെയ്യാം, ക്ലോറിൻ വേപ്പർ ഫില്ല് ചെയ്യാം. നമ്മൾ ഫില്ല് ചെയ്യുന്ന വേപ്പറിനനുസരിച്ച് അത് എമിറ്റ് ചെയ്യുന്ന കളർ ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ നിയോൺ വേപ്പർ ലാമ്പ് എമിറ്റ് ചെയ്യുന്ന കളർ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഓറഞ്ച്. കളർ ഓഫ് നിയോൺ വേപ്പർ ലാമ്പ് ഇസ് ഓറഞ്ച് കളർ. അതാണ് ഓർക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ നിയോൺ വേപ്പർ ലാമ്പിന്റെ കളർ ചോദിച്ചാൽ ഇറ്റ് ഇസ് ഓറഞ്ച് ഇൻ കളർ. ഇനി രണ്ടാമത്തെ പ്രത്യേകതയാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ അഡ്വർടൈസിങ് സൈൻ ബോർഡ്സ്. അഡ്വർടൈസ് ചെയ്യുന്ന സൈൻ ബോർഡുകളിൽ ഇങ്ങനെ കളർ എമിറ്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ലൈറ്റ്, ഓറഞ്ച് കളേർഡ് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അഡ്വർടൈസിങ് ബോർഡുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് ഏതാണ്? നിയോൺ ആണ്. നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടാകും, കടകളിലൊക്കെ എഴുതി വെച്ചിരിക്കും നിയോൺ ബോർഡുകൾ. അഡ്വർടൈസ് ചെയ്യുന്ന കടകളിലൊക്കെ ഏജൻസീസിലൊക്കെ നോക്കിയാൽ നിയോൺ ബോർഡ്സ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒബ്സർവ് ചെയ്യുന്നവരാണെങ്കിൽ. അങ്ങനെ രണ്ടാമത്തെ പ്രത്യേകതയാണ് അഡ്വർടൈസിങ് സൈൻ ബോർഡ്സ് അല്ലെങ്കിൽ അഡ്വർടൈസിങ് സൈൻ ലാമ്പുകളിൽ യൂസ് ചെയ്യുന്ന ഇനേർട്ട് ഗ്യാസ് ആണ് നിയോൺ. അപ്പോൾ ഈ 2 പ്രത്യേകത മാത്രമേ നിയോണിനെ പറ്റി പറയുന്നുള്ളൂ. ഒന്ന്, നിയോൺ വേപ്പർ ലാമ്പിന്റെ കളർ ഓറഞ്ച് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ അഡ്വർടൈസിങ് സൈൻ ബോർഡ്സ്. ഇനി നമുക്ക് കുറച്ച് വേപ്പർ ലാമ്പുകളും അതിന്റെ കളേഴ്സും പഠിക്കാം. വേപ്പർ ലാമ്പുകൾ, ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റുകൾ ഫില്ല് ചെയ്യുന്ന വേപ്പർ ലാമ്പ്സ്. ആദ്യം ക്ലോറിൻ വേപ്പർ ലാമ്പ്, ഹൈഡ്രജൻ വേപ്പർ ലാമ്പ്, മെർക്കുറി വേപ്പർ ലാമ്പ്, നൈട്രജൻ വേപ്പർ ലാമ്പ്, സോഡിയം വേപ്പർ ലാമ്പ്. ഇത്രയും വേപ്പർ ലാമ്പ്സ് നമുക്ക് പഠിക്കാം. അപ്പോൾ വേപ്പർ ലാമ്പുകളും അതിന്റെ കളേഴ്സും ആണ് പറയുന്നത്. നമ്മൾ നിയോൺ വേപ്പർ ലാമ്പ് ഓറഞ്ച് ആണെന്ന് പറഞ്ഞു. ഇനി ആദ്യത്തത് ക്ലോറിൻ വേപ്പർ ലാമ്പിന്റെ കളർ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഗ്രീൻ ഇൻ കളർ. ക്ലോറിൻ വേപ്പർ ലാമ്പ് ഗ്രീൻ കളറാണ്. ഹൈഡ്രജൻ വേപ്പർ ലാമ്പ് ബ്ലൂ കളറാണ്. ഹൈഡ്രജൻ വേപ്പർ ലാമ്പ് ബ്ലൂ കളറാണ്. മെർക്കുറി വേപ്പർ ലാമ്പിന്റെ കളർ വൈറ്റ് ആണ്. മെർക്കുറി വേപ്പർ ലാമ്പ് വൈറ്റ് ആണ്. നൈട്രജൻ വേപ്പർ ലാമ്പിന്റെ കളർ ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ. നൈട്രജൻ വേപ്പർ ലാമ്പ് റെഡ് ആണ്. സോഡിയം വേപ്പർ ലാമ്പ് യെല്ലോ കളർ. അപ്പോൾ ഇത് തിരിഞ്ഞു പോകാതെ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിന് പലതിനും കോഡുകൾ യൂസ് ചെയ്ത് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഇത് കുറേ നാളത്തേക്ക് ഓർത്തിരിക്കണമെങ്കിൽ ഒരുപക്ഷെ സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. അപ്പം നിങ്ങൾ തന്നെ, ഇപ്പം ഞാനൊരു കോഡ്, പ്രത്യേകിച്ച് ഒരു കോഡ് പറഞ്ഞാൽ ആ കോഡ് പഠിക്കേണ്ടി വരും. അപ്പം നിങ്ങൾ തന്നെ ഒരു കോഡ് ഉണ്ടാക്കി ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും വേപ്പർ ലാമ്പുകളും അതിൻ്റെ കളേഴ്സും മസ്റ്റായിട്ടും പഠിച്ചു വെക്കുക. നോട്ട് ചെയ്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിച്ച് തന്നെ മനസ്സിൽ ഉറപ്പിക്കുക. ഇനി അടുത്ത എലമെന്റ് ആണ് ആർഗൺ. മൂന്നാമത്തെ എലമെന്റ് ആണ് ആർഗൺ. അപ്പൊ ഹീലിയം പഠിച്ചു, നിയോൺ പഠിച്ചു. നെക്സ്റ്റ് എലമെന്റ് ആർഗൺ. ആർഗണിന്റെ പ്രത്യേകത എന്താണ്? വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇനേർട്ട് ഗ്യാസ് വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ഇൻകാൻഡസെന്റ് ബൾബ്സ്. ഇൻകാൻഡസെന്റ് ബൾബുകളിൽ യൂസ് ചെയ്യുന്ന ഇനേർട്ട് ഗ്യാസ്. ഇത് ഇൻകാൻഡസെന്റ് ബൾബ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന, ഇപ്പോൾ അങ്ങനെ കോമൺ ആയിട്ട് കാണാറില്ല, ഫിലമെന്റ് ഉള്ള ബൾബ് ഉണ്ട് അല്ലെ? ഫിലമെന്റ് ഉള്ള ബൾബ്, അകത്ത് ഫിലമെന്റ് ഉള്ള ഒരു മഞ്ഞ കളർ പോലത്തെ ഒരു പ്രകാശം വരുന്നത് അല്ലെ? അങ്ങനെ ഒരു ബൾബ് ഉണ്ട്. അപ്പോൾ ആ ബൾബ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ഫിലമെന്റ് ആണ്. ഫിലമെന്റ് ഹീറ്റ് ആയിട്ടാണ് അത് കത്തുന്നത്. ആ ഇൻകാൻഡസെന്റ് ബൾബിനുള്ളിൽ യൂസ് ചെയ്യുന്ന ഇനേർട്ട് ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാൽ ആർഗൺ ആണ്. ആർഗൺ. അപ്പൊ എന്തുകൊണ്ടാണ് ആർഗൺ യൂസ് ചെയ്യുന്നത്? അതിന് കാരണം ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്. കാരണം ഇൻകാൻഡസെന്റ് ബൾബ് എന്ന് പറയുന്നത് അതിനകത്ത് ഫിലമെന്റ് ടെമ്പറേച്ചർ കാരണം ചൂടായി ചുട്ട് പഴുത്തിട്ടാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. അപ്പൊ അത്രയും ടെമ്പറേച്ചറിലേക്ക് അത് ചൂടായി പൊള്ളി വരുമ്പോഴത്തേന് അതിന് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറും കൂടെ ബേൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അറ്റ്മോസ്ഫിയറുള്ള എയറും ബേൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ ഒട്ടും റിയാക്ടിവിറ്റി ഇല്ലാത്ത ആർഗണിന്റെ വേപ്പർ ഫില്ല് ചെയ്യുന്നത്. അത് ഒരു കാരണവശാലും റിയാക്ട് ചെയ്യത്തില്ല അല്ലെങ്കിൽ ബേൺ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ആർഗണിന്റെ വേപ്പേഴ്സ് അതിനുള്ളിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എന്താണ്? ഇനേർട്ട് ഗ്യാസ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ഇൻകാൻഡസെന്റ് ബൾബ്സ്. ഇൻകാൻഡസെന്റ് ബൾബ്സ് ഫിലമെന്റ് ബൾബുകളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ പ്രത്യേകത, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഇനേർട്ട് ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആർഗൺ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? യൂണിവേഴ്സിൽ, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ഇനേർട്ട് ഗ്യാസ് ചോദിച്ചപ്പോഴാണ് ഹീലിയം എന്ന് പേര് പറഞ്ഞത്. നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വായുവില്ലേ, വായുവിലുള്ള കണ്ടന്റ് ആണ് പറയുന്നത്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഇനേർട്ട് ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാൽ മോസ്റ്റ് അബണ്ടന്റ് ഇനേർട്ട് ഗ്യാസ് ഇൻ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഇനേർട്ട് ഗ്യാസും ആർഗൺ തന്നെയാണ്. ഓക്കെ, അപ്പൊ 2 പോയിന്റുകളെ ആർഗണിനെ പറ്റി നമ്മൾ പറയുന്നുള്ളൂ. ഇനി അടുത്ത എലമെന്റിലേക്ക് പോകാം. ക്രിപ്റ്റോൺ. ക്രിപ്റ്റോണിന്റെ പ്രത്യേകത എന്താണ്? ക്രിപ്റ്റോൺ എന്ന് പറയുന്ന എലമെന്റിന്റെ പ്രത്യേകത? ഒരൊറ്റ പ്രത്യേകത മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്രിപ്റ്റോണിനാണ് എന്തറിയപ്പെടുന്നത്? ഹിഡൻ ഗ്യാസ് എന്നറിയപ്പെടുന്നത്. ഹിഡൻ ഗ്യാസ് എന്നറിയപ്പെടുന്ന ഇനേർട്ട് ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാൽ ക്രിപ്റ്റോൺ ഈസ് നോൺ ആസ്
ഹിഡൻ ഗ്യാസ്. അതുപോലെ സെനോണിനെ അറിയപ്പെടുന്ന ഒരു പേരാണ് സെനോൺ ഇസ് നോൺ ആസ് സ്ട്രേഞ്ചർ ഗ്യാസ്. അപ്പൊ ഇത് രണ്ടും ഓർക്കുക. അപ്പൊ ക്രിപ്റ്റണിനെ ഹിഡൻ ഗ്യാസ് എന്നും സെനോണിനെ സ്ട്രേഞ്ചർ ഗ്യാസ് എന്നും അറിയപ്പെടുന്നു. അപ്പൊ എക്സ് സ്റ്റാൻഡ്സ് ഫോർ സെനോൺ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ അത് തിരിഞ്ഞു പോകത്തില്ല. എക്സ് സെനോൺ എക്സ് അല്ലേ. അപ്പൊ സ്ട്രേഞ്ചർ ഗ്യാസ് എന്നറിയപ്പെടുന്നത് സെനോണിനെയാണ്. അതുപോലെ സെനോണിന് പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? സെനോൺ ആണ് റിയാക്റ്റീവ് ആയിട്ടുള്ള ഇനേർട്ട് ഗ്യാസ്. നോർമലി ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നോബിൾ ഗ്യാസുകളൊക്കെ തന്നെ റിയാക്റ്റീവ് അല്ല, ദേ ആർ ലീസ്റ്റ് റിയാക്റ്റീവ് എന്ന് പറഞ്ഞു. പക്ഷേ ഇക്കൂട്ടത്തിൽ വെച്ച് റിയാക്റ്റീവ് ഇനേർട്ട് ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാൽ സെനോൺ ആണ്. അപ്പോൾ സെനോൺ ഫ്ലൂറിൻ, ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഫ്ലൂറിനുമായിട്ട് ചേർന്ന് സെനോൺ ഫ്ലൂറൈഡ്സ് ഒക്കെ ഫോം ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് സെനോണിനെ റിയാക്റ്റീവ് ഗ്യാസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ക്രിപ്റ്റോണും സെനോണും നമ്മൾ ഒരുമിച്ച് പഠിച്ചു. എന്തൊക്കെയാണ് പറഞ്ഞത്? ക്രിപ്റ്റോണിനെ പറ്റി പറഞ്ഞ കാര്യം ഹിഡൻ ഗ്യാസ് എന്നറിയപ്പെടുന്നു. അതേസമയം സെനോണിനെ സ്ട്രേഞ്ചർ ഗ്യാസ് എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ റിയാക്റ്റീവ് ഇനേർട്ട് ഗ്യാസ് ആണ് സെനോൺ എന്നും പറഞ്ഞു. ഈ രണ്ട് പ്രത്യേകതയാണ് സെനോണിനെ പറ്റി പറഞ്ഞത്. ഇനി ലാസ്റ്റ് എലമെന്റ് ആണ് റാഡോൺ. അവസാനത്തെ എലമെന്റ് ആണ് റാഡോൺ എന്ന് പറയുന്ന എലമെന്റ്. പ്രത്യേകതകളുള്ള എലമെന്റ് ആണ് റാഡോൺ. എന്താ പ്രത്യേകത റാഡോണിന്റെ? ഈ ഗ്രൂപ്പിലുള്ള അവസാനത്തെ എലമെന്റുകൾ എത്തിയപ്പോൾ ഈ റാഡോൺ എന്ന് പറയുന്ന എലമെന്റ് റേഡിയോ ആക്റ്റീവ് ആണ്. നമ്മൾ എല്ലാ ഗ്രൂപ്പുകൾ പഠിക്കുമ്പോഴും ആ ഗ്രൂപ്പുകളിലെ അവസാനത്തെ എലമെന്റുകൾ എത്തുമ്പോൾ അതെല്ലാം റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. അതുപോലെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, വിച്ച് ഇസ് റേഡിയോ ആക്റ്റീവ് ഇനേർട്ട് ഗ്യാസ്? റേഡിയോ ആക്റ്റീവ് ഇനേർട്ട് ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം റാഡോൺ. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, റേഡിയോ ആക്റ്റീവ് എലമെന്റ് വിച്ച് ഈസ് ഇൻ ഗേഷ്യസ് ഫോം. ഗ്യാസ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും റാഡോൺ ആണ്. റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഇൻ ഗേഷ്യസ് ഫോം, ഗ്യാസ് ഫോമിലുള്ള റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ് റാഡോൺ. ആ ഒരു പോയിന്റും കൂടെ ഓർക്കുക. അപ്പം ഇനേർട്ട് ഗ്യാസിന്റെ കൂട്ടത്തിലുള്ള റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണെന്ന് മാത്രമല്ല, റേഡിയോ ആക്റ്റീവ് എലമെന്റ് വിച്ച് ഇസ് ഇൻ ഗേഷ്യസ് ഫോം. അതേസമയം ലിക്വിഡ് ഫോമിലുള്ള ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന എലമെന്റ് ആണ് ഫ്രാൻസിയം എന്ന് പറയുന്ന എലമെന്റ്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് പഠിച്ചോളാം. റാഡോൺ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഇൻ ഗേഷ്യസ് ഫോം, അതേസമയം ലിക്വിഡ് ഫോമിലുള്ള റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഫ്രാൻസിയം. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി റാഡോണിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇറ്റ് ഈസ് ദ ഹെവിയസ്റ്റ് ഗേഷ്യസ് ആറ്റം. ഏറ്റവും ഭാരമേറിയ, ഏറ്റവും ഹെവി ആയിട്ടുള്ള, ഏറ്റവും വലിയ ഗേഷ്യസ് ആറ്റവുമാണ് റാഡോൺ. മനസ്സിലായെന്ന് കരുതുന്നു. 3 പോയിന്റുകളാണ് പറഞ്ഞത്. Radon is a radioactive inert gas. It is a radioactive element in gaseous form. It is the heaviest gaseous atom. ഈ 3 പോയിന്റുകളാണ് റാഡോണിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചെറിയ സമയത്ത് തന്നെ ഡിസ്കസ് ചെയ്തു. ഒരുപാട് പോയിന്റുകൾ ഡിസ്കസ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പെന്നും പേപ്പറും എടുത്ത് ഇത് നിങ്ങൾ എഴുതുകയും ഒന്നുകിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഈ വീഡിയോ കാണണം. 2, 3 വട്ടം ഒരു ടൈമിന്റെ ഇടയിൽ വീണ്ടും കണ്ടാൽ മാത്രമേ ഇത്രയും പോയിന്റ്സ് ഒരുപക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളുടെ മെമ്മറിയിൽ നിൽക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറയുന്നത്. അല്ല എങ്കിൽ ഇതിന്റെ നോട്ട്സ് ഉണ്ടാക്കിയതിന് ശേഷം റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ വായിക്കുക. എങ്കിൽ മാത്രമേ ഇത് നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കാൻ പറ്റൂ. കാരണം കുറേ പോയിന്റ്സ് നമ്മൾ ഇപ്പം തന്നെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ റാഡോണിന്റെ പ്രത്യേകതകൾ, നമ്മളിപ്പോൾ പറഞ്ഞ പ്രത്യേകതകൾ ഒന്നുകൂടെ നോക്കാം. റേഡിയോ ആക്റ്റീവ് ഇനേർട്ട് ഗ്യാസ് ആണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഇൻ ഗേഷ്യസ് ഫോം. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഗ്യാസ് ആണ് റാഡോൺ. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഇസ് ദ ഹെവിയസ്റ്റ് ഗേഷ്യസ് ആറ്റം. ഏറ്റവും ഭാരമേറിയ ഗ്യാസ് ആറ്റം ആണ് റാഡോൺ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രൂപ്പ് 18 എലമെന്റ്സിന്റെ പ്രത്യേകതകൾ ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇനി ഒരു എലമെന്റും കൂടി ഗ്രൂപ്പിലുണ്ടെന്ന് പറഞ്ഞു. 118ാമത്തെ അവസാനത്തെ എലമെന്റ് ആണ് ഓർഗാനസൻ. ലാസ്റ്റ് എലമെന്റ് ആണ്, ഈ ഗ്രൂപ്പിൽ തന്നെ വരുന്നതാണ്. റീസെന്റ് അല്ലെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് കണ്ടുപിടിച്ച എലമെന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നോബൽ ഗ്യാസ് പറഞ്ഞപ്പം റാഡോണിന്റെ കൂടെ റാഡോൺ കഴിഞ്ഞിട്ട് ഓർഗാനസൻ പറഞ്ഞില്ല, അതിന്റെ പ്രത്യേകതകൾ ഡിസ്കസ് ചെയ്തില്ല. അതിന് കാരണം റീസെന്റ് ഏറ്റവും അവസാനമായിട്ട് കണ്ടുപിടിച്ച എലമെന്റുകളിൽ ഒന്നാണ് ഓർഗാനസൻ. 118ാമത്തെ എലമെന്റായ ഓർഗാനസൻ യൂറി ഓർഗാനസൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ നെയിമിൽ നിന്ന് നെയിം ചെയ്തിരിക്കുന്ന, അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ഈ എലമെന്റിന് ഈ ഒരു നെയിം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റും കൂടെ 118ാമത്തെ എലമെന്റ് ആയിട്ട് ഉള്ള ഓർഗാനസിനെ പറ്റി ഓർക്കുക. ഓക്കെ, അപ്പോൾ 18ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒരു വട്ടം മാത്രം കേട്ടാൽ ചിലപ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കില്ല. ഞാൻ 1-2 വട്ടം പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുകയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഈ ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് അതിനുവേണ്ടി അതിന്റെ ഉത്തരങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇനി അടുത്ത സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ഗ്രൂപ്പാണ്, 17ാമത്തെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹാലോജൻസ്. ഗ്രൂപ്പ് 17 അല്ലെങ്കിൽ ഹാലോജൻസിനെ പറ്റിയായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും മസ്റ്റായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക.
കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.